ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, സുരേഷ് കൃഷ്ണ, സൗബിൻ താഹിർ, ബാലു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച നടിഗർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നടിഗർ ഒരു സിനിമ ഉണ്ടാകുന്നതിൻ്റെയും അഭിനയിക്കുന്ന ഓരോ വ്യക്തികളുടെയും കഷ്ടപ്പാട് ഈ സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ ഒരു സിനിമാക്കാരൻ എങ്ങനെ ആവണം, ഒരു സിനിമ വിജയിക്കണമെങ്കിൽ എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. സിനിമ തുടങ്ങുമ്പോൾ പ്രേം നസീറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ആ സിനിമയെ പറ്റി, സിനിമാക്കാരുടെ കഷ്ടപ്പാടിനെ പറ്റി പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് തുടങ്ങുന്നത്. നന്നായിട്ടുണ്ട്, അത് വളരെ നന്നായിട്ടുണ്ട് കാണിച്ചത്. പിന്നെ ഈ സിനിമ കാണുമ്പോൾ ടൊവിനോ തോമസിൻ്റെ യഥാർത്ഥ ജീവിതകഥ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. ഈ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ ഉള്ള അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. പിന്നെ ടൊവിനോ തോമസിനെ കൊണ്ട് ആക്ടിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആളായിട്ടൊക്കെയാണ് നമ്മളെ സൗബിൻ താഹിർ ഈ സിനിമയിൽ വരുന്നത്. പിന്നെ സിനിമയിൽ ചില വ്യക്തികളെയും ആൾക്കാരൊക്കെ വെച്ചിട്ട് ചില രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓരോ ആരൊക്കെയാണെന്നുള്ള നമ്മളൊരു തോന്നലുകളൊക്കെ സിനിമയിൽ ഇത് ഇന്ന ആളാണോ എന്നൊക്കെ ഒരു തോന്നൽ സിനിമയിൽ വരും. ഈ സിനിമയിൽ ഭാവനയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അത് കാണുമ്പോൾ റിയലായിട്ട് നവ്യ നായരും മേക്കപ്പ് മാനും കൂടി ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. അതിനെപ്പറ്റി കാണിച്ച മാതിരിയാണ് എനിക്ക് തോന്നിയത്. അത് എല്ലാ പ്രേക്ഷകർക്കും എങ്ങനെയാണ് തോന്നുന്നതറിയില്ല, എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സിനിമയിൽ സുരേഷ് കൃഷ്ണ ഒരു കാര്യം പറയുന്നുണ്ട്, ആൻ്റണി പെരുമ്പാവൂർ എങ്ങനെയാണ് മോഹൻലാലിൻ്റെ ഡ്രൈവറായി എന്ന് ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് സത്യമാണോ അതോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഒരു സീൻ ഈ സിനിമയിലുണ്ട്. പിന്നെ ടൊവിനോയുടെ ജീവിതത്തിൽ പഴയകാല ഒരു ഫ്ലാഷ് ബാക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, എന്തോ ഒരു സസ്പെൻസ് പോലെ സിനിമയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ സിനിമേൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ടൊവിനോ തോമസ് വളരെ നന്നായിട്ടുണ്ട്, സൗബിൻ താഹിർ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് സുരേഷ് കൃഷ്ണനെ സിനിമയിൽ കാണുന്നത്. സുരേഷ് കൃഷ്ണൻ അടിപൊളിയായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. ബാലു വർഗീസ് വലിയ അത്രയ്ക്ക് പോരാ. ലാൽ ജൂനിയറിൻ്റെ ബന്ധു ആയതുകൊണ്ട് സിനിമ എടുത്താന്ന് തോന്നുന്നു. അത്രയ്ക്ക് പെർഫോമൻസ് ഒന്നും തോന്നിയില്ല. ഭാവനക്കും വലിയ റോളൊന്നുമില്ല, വലിയ റോളൊന്നും പറയത്തക്ക റോളൊന്നുമില്ല. മറ്റേ സുരേഷ് കൃഷ്ണയും ടൊവിനോ തോമസും സൗബിൻ താഹിർ എന്നാണ് സിനിമയിൽ സൂപ്പറായിട്ടുള്ളത്. പിന്നെ സിനിമയിൽ കുറേ ഇമോഷണൽ രംഗങ്ങളുണ്ട്, എന്നാലും സിനിമ പോരാ, എന്തോ ഒരു കുറവുള്ള മാതിരി സിനിമയ്ക്ക് തോന്നുന്നത്. സിനിമ നല്ലൊരു സ്റ്റോറിയാണ്, പക്ഷെ അത് എന്തൊക്കെ ആക്കി വെച്ച പോലെ കുറച്ച് ഭയങ്കര ബോറടിക്കുന്നുണ്ട്. സിനിമ കാണുമ്പോൾ ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട് പല ടൈമിലും. ചില സിനിമേൻ്റെ ഉള്ളിലത്തെ ഷൂട്ടിങ്ങൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഭയങ്കര ലാഗിങ് ഉണ്ട്. പക്ഷേ എന്തോ നല്ലൊരു സ്റ്റോറി ആയിരുന്നത്, എന്തോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ഉടൻ തന്നെ വരും. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.